പലതരം ചേരുവകൾ. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട റെഡിയാക്കാം. നിങ്ങൾ ഇതുവരെ ഉഴുന്നുവട റെഡിയാക്കിയിട്ട് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. ഒന്നാമത്തത് ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ അരച്ചെടുക്കുക. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഉഴുന്നാട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് തിരുമ്മി വാഷ് ചെയ്ത ശേഷം നല്ലതുപോലെ വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കണം. 4 മണിക്കൂറാണ് ടോട്ടൽ ഞാൻ കുതിരാൻ വെച്ചത്. അതിൽ 3 മണിക്കൂർ പുറത്തും 1 മണിക്കൂർ ഫ്രിഡ്ജിലും വെച്ചാട്ടോ കുതിർത്തിയെടുത്തേ. നിങ്ങൾ ഗ്രൈൻഡറിലൊക്കെയാണ് അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ടത് നിർബന്ധമില്ല. നമ്മൾ മിക്സിയിൽ അരക്കണതുകൊണ്ട് മിക്സിയുടെ ജാറ് പെട്ടെന്ന് ചൂടാവുമല്ലോ, അപ്പോൾ നമ്മുടെ ഉഴുന്നട നന്നായിട്ട് വരില്ല. അപ്പൊ അതുകൊണ്ട് ഇച്ചിരി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറ് പെട്ടെന്ന് ചൂടാവില്ല, നമുക്ക് അരച്ചെടുക്കാനും പറ്റും. മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിൽ പകുതി ഭാഗത്തോളം ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വെള്ളത്തിൽ നിന്ന് ഡയറക്റ്റ് കോരി ഇടുമ്പോൾ തന്നെ കുറച്ച് വെള്ളം അതിൽ ഉണ്ടാവുമല്ലോ, അത് മതി ആദ്യം ഒന്ന് അടിച്ചെടുക്കാൻ. അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിർത്തി അരയ്ക്കണം കേട്ടോ. ഞാൻ ആദ്യം തന്നെ ഒരു 10 സെക്കൻഡ് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് തുറന്ന് നോക്കി ഒന്ന് മിക്സ് ചെയ്ത് നോക്കി. എന്നിട്ട് നമ്മൾ ഉഴുന്ന് വെള്ളത്തിലിട്ട് ചേർന്ന വെള്ളം ഉണ്ടല്ലോ, അതിൽ നിന്ന് തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണും കൂടി ഇട്ടുകൊടുത്ത് ഒന്നും കൂടി ഒരു 10 സെക്കൻഡ് ഒന്ന് അരച്ചെടുത്ത് വീണ്ടും നോക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത്തിരി വെള്ളം ഒഴിക്കുക കേട്ടോ. ഒത്തിരി വെള്ളം ഒഴിച്ചെടുക്കരുത്. ഒഴിച്ചെടുത്ത് വീണ്ടും അരച്ചെടുക്കുക. അങ്ങനെ നിർത്തി അരച്ചെടുക്കണം. ഉഴുന്നിട്ട് ചേർന്ന വെള്ളം തന്നെ ഇടുമ്പോഴുള്ള ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് തണുപ്പുണ്ടല്ലോ, ഫ്രിഡ്ജിൽ വെച്ചെടുത്തതാണ്. പിന്നെ മാത്രമല്ല ഫെർമെന്റേഷന് സഹായിക്കും. ഇപ്പൊ നമുക്കിവിടെ ഉഴുന്ന് കറക്റ്റ് പാകത്തിന് അരിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി തരിയൊക്കെ ഉണ്ട്, അത് പ്രശ്നമില്ല. ഭയങ്കര പേസ്റ്റ് ആയിട്ടൊന്നും അരിയണമെന്നൊന്നുമില്ല കേട്ടോ. സെയിം രീതിയിൽ കംപ്ലീറ്റ് മാവ് ഞാൻ അരച്ചെടുക്കണുണ്ട് കേട്ടോ. അതിന്റെ ഇടയിൽ മിക്സി ചൂടാവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചു നേരം ഒന്ന് നിർത്തിയിടാം. എന്നിട്ട് വീണ്ടും അരച്ചാൽ മതി. ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ അരച്ചെടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉഴുന്നോടെ പകുതി ശരിയായിട്ടോ. ഇനി അടുത്തൊരു പകുതി കാര്യം എന്ന് പറയുന്നത് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല പ്ലഫി ആക്കിയെടുക്കണം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും ഞാൻ 2-3 പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റണം എന്താന്ന്. വീഡിയോ പിടിക്കാൻ വേണ്ടി ഭംഗിയുള്ള പാത്രം നോക്കി ആദ്യം തന്നെ ഒഴിച്ചതായിരുന്നു. പക്ഷെ അതിൽ എനിക്ക് ബീറ്റ് ചെയ്യാൻ പറ്റണില്ല. അപ്പൊ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിൽ നിറഞ്ഞു നിൽക്കണം. അപ്പൊ ബീറ്റ് ചെയ്യണ സമയത്ത് പുറത്തേക്ക് പോകും. അങ്ങനെ ഞാൻ 3ാമത് ഈ പാത്രത്തിലിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒത്തിരി സമയമൊന്നും ബീറ്റ് ചെയ്യണ്ട കേട്ടോ. ഒരു 5 മിനിറ്റ് ഒക്കെ മതിയാവും. ജസ്റ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് നമ്മുടെ മാവ് ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് റെഡി ആയിട്ടുണ്ടോ എന്നറിയാൻ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കാം. അതിന്റെ മുകളിലേക്ക് ഈ പൊടി അങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ മുകളിലേക്ക് പൊങ്ങി തന്നെ നിൽക്കും. എത്ര ശക്തിയിൽ നമ്മൾ ഇട്ടെടുത്താലും താഴത്തേക്ക് പോവില്ല, മുകളിൽ പൊങ്ങി തന്നെ നിൽക്കും. അല്ലാന്നുണ്ടെങ്കിൽ താഴത്തേക്ക് താഴ്ന്നു പോകും. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതവിടെ മാറ്റി വെക്കാം. ഇതിലേക്ക് വേണ്ട മറ്റു സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഒരു ചെറിയ സവാളയുടെ 4/1 ഭാഗം സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. എനിക്ക് കൈ വെച്ചരിയുമ്പോ തീരെ നൈസായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാട്ടോ ഞാൻ കൈ വെച്ച് തന്നെ അരിയാണ്, കട്ടിംഗ് ബോർഡ് താഴെ വെച്ചുകൊണ്ട്. പിന്നെ പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ 1 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഒരു 3/4 ടീസ്പൂണോളം ഇഞ്ചി ചതച്ചത് വേണ്ടി വരും. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. ഒരു 3/4 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് വേണ്ടി വരും. പിന്നെ ഒരിതള വേപ്പില. പിന്നെ നമ്മൾ ഇതിലേക്ക് കുരുമുളക് ഇടുന്നുണ്ട് കേട്ടോ. ഒന്ന് പൊട്ടിച്ചിട്ട് ഇടാം. മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കുമെന്ന് പറയണ്ട. എനിക്ക് ഇതുവരെ പൊട്ടിത്തെറിച്ചിട്ടില്ല കേട്ടോ, പക്ഷെ അങ്ങനെ പറയണുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് കേട്ടോ ഞാൻ എടുക്കണേ. അതും ഒന്ന് ചതച്ചിട്ടാണ് ഇടുന്നത്. ഞാൻ ഈ സാധനങ്ങളൊക്കെ റെഡി ആക്കട്ടെ. അപ്പത്തേനും നിങ്ങൾ വേഗം പോയി ഒരു ലൈക്ക് അടിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കിയിടാം. എല്ലാ ദിവസവും രാവിലെ 11:15 നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയന്റും അരിഞ്ഞെടുത്തത് നേരെ മാവിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുവരെ നമ്മൾ മാവിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയന്റ് കൂടി വേണം കേട്ടോ. വേറെ ഒന്നല്ല, അരിപ്പൊടിയാണ്. നല്ലൊരു ക്രിസ്പിനെസ്സിനൊക്കെ വേണ്ടിയിട്ടേ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ അടച്ചു വെക്കുക കേട്ടോ. എനിക്കിപ്പോ ടൈമില്ല, അതുകൊണ്ട് ഞാൻ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ പൊരിച്ചെടുക്കും. 15 മിനിറ്റ് ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണുണ്ട്. നമ്മുടെ മാവൊക്കെ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 15 മിനിറ്റ് വെച്ചോളൂ കേട്ടോ. ജസ്റ്റ് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചാൽ മതി. മറ്റേ ആ കവറിട്ട് ഇതാക്കണമെന്നൊന്നുമില്ല. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കുക. അതിൽ നന്നായിട്ട് കൈ മുക്കിയ ശേഷം ഇതേപോലെ കുറച്ച് മാവ് കയ്യിലെടുക്കുക. എന്നിട്ട് അങ്ങനെ ഇങ്ങോട്ട് കാട്ടി ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുക. എന്നിട്ട് നമ്മുടെ ചൂണ്ടുവിരൽ വീണ്ടും ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് അതിന്റെ നടുക്ക് ഇതുപോലെ തുളയുണ്ടാക്കി കൊടുക്കുക. വളരെ സിമ്പിളാണ്. നിങ്ങൾ 1-2 പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും.
ഇത് നേരെ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. പയ്യനെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മള് ദൂരെ നിന്നിട്ട് ഇറങ്ങിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തെറിക്കും. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എന്റെ ഓയിൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പഴാണ് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നത്. അപ്പൊ നന്നായിട്ട് ചൂടായ ശേഷം നിങ്ങൾ ഇടാം കേട്ടോ. സെയിം രീതിയിൽ തന്നെ ഷേപ്പാക്കി ബാക്കി എല്ലാവരും ഞാൻ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഓയിൽ ഇപ്പൊ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഓയില് നന്നായിട്ട് ചൂടായി നിൽക്കുന്ന സമയത്ത് ആദ്യം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ നല്ല ചൂടുണ്ടെങ്കിലാണ് നല്ല ഷേപ്പായി കിട്ടുള്ളൂ നമുക്ക്. നമ്മുടെ ഉഴുന്നട ഇപ്പൊ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ടല്ലോ. ആ സമയമാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. സെയിം രീതിയിൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ സിമ്പിൾ അല്ലേ? 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആദ്യം തന്നെ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കാം. രണ്ടാമത്തത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നട റെഡിയാക്കി എടുക്കാം. ഇത് നല്ല ക്രിസ്പി ആട്ടോ. നമ്മളിങ്ങനെ പൊളിക്കുമ്പോൾ തന്നെ നല്ലൊരു ക്രിസ്പിനെസ്, നല്ലൊരു കർമുറ സൗണ്ടാണ്. നിങ്ങളെ കേൾപ്പിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഭയങ്കര കാരണം പറ്റണില്ല. താങ്ക് യു.